തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല ഹൃദയെന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല ഹൃദയെന്നു മാത്രം യേശുവേ. സമലയിലെ അതിവേദനയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. സമലയിലെ അതിവേദനയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെയോർത്ത് സഹിച്ചുവല്ലോ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല ഹൃദയെന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല ഹൃദയെന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു ബാധ്യതയും പറയാനില്ല മാത്രം യേശുവേ. ഒരു ബാധ്യതയും പറയാനില്ല മാത്രം യേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല ഹൃദയെന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല ഹൃദയെന്നു മാത്രം യേശുവേ. അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാ 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 കൃപയും മാത്രം യേശുവേ. കൃപയാ 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 കൃപയും മാത്രം യേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല ഹൃദയെന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല ഹൃദയെന്നു മാത്രം യേശുവേ. അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാ 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 ഹൃദയം മാത്രം യേശുവേ. കൃപയാ 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 ഹൃദയം മാത്രം യേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല ഹൃദയെന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല ഹൃദയെന്നു മാത്രം യേശുവേ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം പകരപ്പെട്ട
ദൈവകൃപയാൽ. കുടുംബപ്രഭകളെ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു വ്യക്തിയും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരായിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം അവരെ ഈ ഭൂമിയുടെ പരപ്പിൽ ആക്കി വച്ചിരിക്കുന്നത്. ഈ പ്രവർത്തകരിൽ കഴിവുള്ളവരും കഴിവില്ലാത്തവരും ബലഹീനരും ക്ഷീണിതരായവരും ഒക്കെയുണ്ട്. വേണ്ടതുപോലെ പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല എന്ന് ഭാരപ്പെടുന്നവർ ധാരാളം പേരുണ്ട്. ലഭിച്ച അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല എന്ന പശ്ചാത്താപ മനസ്സോടെ കഴിയുന്നവർ ധാരാളമുണ്ട്. പരിമിതികളുടെ ഞെരുക്കത്തിൽ നീറിക്കഴിയുന്നവർ ഏറെയുണ്ട്. അവരോടൊക്കെ ദൈവാത്മാവിന് ഓർപ്പിക്കുവാനുള്ളത് ഒന്നു മാത്രമാണ്: സാരമില്ല, നിരാശയ്ക്ക് അടിമപ്പെടരുത്. നിങ്ങൾക്ക് ലഭ്യമാകുന്ന സഹായം ഇന്നുമുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെടുക, ഉണർന്നെഴുന്നേൽക്കുക. ദൈവകൃപയാൽ നിങ്ങൾക്കെല്ലാം സാധ്യമാകും. പ്രിയരെ, പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ ക്ഷീണിതരും ദുർബലരുമായി തോന്നാറുണ്ടോ? എങ്കിൽ ഭാരപ്പെടേണ്ട എന്നാണ് തിരുവചനം ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സത്യം. നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ള ദൈവിക വാഗ്ദത്തം പ്രിയരെ നിങ്ങൾക്കുള്ളതാണ്. ആകയാൽ അതിൽ സന്തോഷിച്ചു കൊള്ളുക. ദൈവകൃപയിൽ ആശ്രയിപ്പാനും ധൈര്യപ്പെടുവാനും കഴിയുമെങ്കിൽ സന്തോഷിക്കുവാൻ ഇനിയും ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ദൈവകൃപയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും സഹായവും ദൈവിക സമാധാനവും ഏറ്റവും കൂടുതൽ അനുഭവിക്കുവാൻ കഴിയുന്നത് നാം ക്ഷീണിച്ചിരിക്കുന്ന സമയങ്ങളിലാണ്. ദൈവകൃപ ഒരുവനെ ക്ഷീണിച്ചിരിക്കുമ്പോഴും തളർന്നു പോകുവാൻ സമ്മതിക്കുകയില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ, അയക്കപ്പെട്ടവർ, നിയോഗിക്കപ്പെട്ടവർ അവർ തങ്ങളുടെ കഴിവുകളും താലന്തുകളിലും ദരിദ്രരായി തീരുമ്പോൾ യഥാർത്ഥത്തിൽ അവർ സമ്പന്നരാണ്. അവരിൽ നിറയുന്നത് ദൈവകൃപയാണ്. ദൈവകൃപയാൽ അവർ ശക്തരാക്കപ്പെടുന്നു. ദൈവകൃപ അവരെ സഹായിക്കുകയാണ്, അവരെ പ്രവർത്തന സജ്ജരാക്കുകയാണ്, അവരെ ധൈര്യപ്പെടുത്തുകയാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവരെ നടത്തുകയാണ്. പ്രിയരെ, ദൈവകൃപ നിറഞ്ഞവർ ഒരിക്കലും പരാജയപ്പെട്ട് കിടക്കേണ്ടി വരില്ല എന്ന് തിരുവചനം വാഗ്ദത്തം ചെയ്യുന്നു. ദൈവകൃപ അവരെ ആത്മാവിൽ സമ്പന്നരാക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന, ബലഹീനതയിൽ ശക്തീകരിക്കുന്ന, കഷ്ടങ്ങളുടെ പാതയിലും നിലനിർത്തുന്ന ദൈവകൃപയെക്കുറിച്ച് പ്രശംസിക്കുവാൻ, സന്തോഷിക്കുവാൻ നമ്മെ കഴിയുമാറാക്കുന്നു, നമ്മളെ സഹായിക്കുമാറാക്കുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ അനുഭവത്തിൽ കൂടി ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് വിളിച്ചു പറയുന്ന സാക്ഷ്യം വിളിക്കപ്പെട്ട നമുക്കും പറയുവാൻ കഴിയണം. ഞാൻ അപ്പോസ്തലനായി തീർന്നത് മഹാദൈവത്തിൻ്റെ കൃപയും കരുണയും നിമിത്തമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് താൻ ധൈര്യമായിട്ട് പ്രസ്താവിക്കുന്നത്. ഞാനിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഉറപ്പോടും ബോധ്യത്തോടും പൗലോസ് അപ്പോസ്തലൻ സാക്ഷിക്കുന്നു. തുടർന്ന് താൻ പറയുന്നത്, ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ, എന്നിലുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. ഞാൻ എല്ലാവരെക്കാളും അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്ന പരമപ്രധാനമായ ആ പരമസത്യം. നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ സ്വന്തം ശക്തിയിൽ ഊന്നി നമുക്ക് മുൻപിലുള്ള ഓട്ടം ഓടി തികയ്ക്കുവാൻ നമ്മെ കൊണ്ടാവുകയില്ല. നമ്മുടെ പ്രയത്നവും നമ്മുടെ ഓട്ടവും പൂർത്തിയാക്കുവാൻ പ്രിയരെ നമുക്ക് ദൈവകൃപ ആവശ്യമാണ്. ദൈവത്തിൻ്റെ ദാസന്മാരിൽ ദൈവം പകരുന്ന ഏറ്റവും വലിയ ഒരു ദാനമാണ് കൃപ, ദൈവകൃപ. നമ്മുടെ ബലഹീനതയിൽ നാം പതറിക്കഴിയുമ്പോൾ ദൈവം നമ്മിൽ കൂടി
തൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് മതിയായ കൃപ നമുക്ക് നൽകുന്നവനാണ്. ദൈവത്തിന് ആശ്രയിക്കുന്നവരാരൊക്കെയുണ്ടോ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാരൊക്കെയുണ്ടോ, അവരിലേക്കൊക്കെ അവരായിരിക്കുന്ന സന്ദർഭങ്ങളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പരിശുദ്ധനായ ദൈവം തൻ്റെ കൃപ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. കൂടപ്പിറപ്പുകളെ, പരാതി പറച്ചിലും പിറുപിറുപ്പും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം പാടെ ഉപേക്ഷിച്ച് കളഞ്ഞു ദൈവകൃപയിൽ ആശ്രയിക്കുവാനും സന്തോഷിക്കുവാനും തുടങ്ങുക. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപ, നമ്മെക്കൊണ്ട് ദൈവം ഏൽപ്പിച്ച ആ വലിയ ദൗത്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മിൽ വ്യാപരിച്ച ദൈവകൃപ നമ്മെക്കൊണ്ട് തന്നെ ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. എന്നെക്കൊണ്ട് കഴിയുകയില്ല, എനിക്കറിയില്ല എന്ന് ചിന്തിച്ച് നാം പരാതി പറയുന്നവരായി നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നവരാകാതിരിക്കുവാൻ നാം ശ്രമിക്കുക. മറിച്ച് പൗലോസ് പറഞ്ഞതുപോലെ, ഞാനല്ല എന്നിലുള്ള ദൈവകൃപയത്രേ എന്ന് വിശ്വസിക്കുകയും പറയുകയും ആ ദൈവകൃപയിൽ സന്തോഷിക്കുകയും ചെയ്താൽ, പ്രിയരെ, നിങ്ങളിൽ പകർന്ന ദൈവകൃപ വ്യർത്ഥമാകുകയില്ല എന്നാണ് ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സത്യം. അങ്ങനെയാണെങ്കിൽ ദൈവകൃപയാൽ നിറയപ്പെടാൻ, ആ ദൈവകൃപയാൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ന് പകലിലും നമുക്ക് ശ്രമിക്കാം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ചോദിക്കാം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിത്തന്ന ഈ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരിൽ പകരപ്പെട്ട ദൈവകൃപയാൽ അവർ വിജയകരമായ ആത്മീയ ജീവിതം നയിച്ച് മുന്നേറുവാൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പുലർത്തുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഇന്നിൻ്റെ വിടുതലുകളും മറുപടികളും ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. അത് ഞങ്ങളുടെ മേൽ ആവോളം പകർന്നു തന്ന് സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയും മാത്രം